ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണിയാണ്. നമ്മുടെ മലബാർ സ്റ്റൈൽ ദം ബിരിയാണിയാണ്. ഇത് എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ശരിക്കും ഇങ്ങനെയാണോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ മലബാർ ദം ബിരിയാണി ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ചെയ്ത് വെക്കുക. അതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ചോറ് തയ്യാറാക്കി വയ്ക്കുവാണ് കേട്ടോ. അതിനകത്തേക്കുള്ള ചോറ്, അതിനകത്തേക്ക് ഒരു കുറച്ച് മസാല കൂട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ തിളച്ചെടുക്കുക. വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടൊന്നുമില്ല. സാധാരണ ഞാൻ കഴുകിയെടുത്ത അരിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും പറയും കുതിർത്ത അരി വേണം ഇടാൻ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുക, അരി എടുക്കുക, അങ്ങോട്ട് കഴുകിയിടുക, അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ കുതിർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്ന സമയത്താണ് കുതിർത്തിട്ട് ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ഇതിപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തുനിന്ന് ഞാൻ കോരിയെടുക്കുവാണ് ചോറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നല്ലതുപോലെ ചോറൊന്ന് വെന്ത് വരണം. ഒരു 80% ഞാൻ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. ഒരുപാട് വേവിച്ചെടുക്കത്തില്ല, ഒരു 80-85% ചോറ് നല്ലപോലെ വെന്ത് വരും. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള വറുത്തെടുത്തതാണ്. ഒരു 2 സവാള വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി. ഞാൻ ചെറിയ 2 സവാളയാണ് വറുത്തെടുത്തിരിക്കുന്നത്. പിന്നെ ആ സവാള വറുത്തതിൻ്റെ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഇട്ടേക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോന്നിട്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ്. പിന്നെ 2 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിച്ചത് നല്ലതുപോലെ നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുക ഇട്ടിട്ട്. നമ്മുടെ സവാള നല്ലതുപോലെ വഴണ്ടി വരണം കേട്ടോ. ബിരിയാണിക്കൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വഴണ്ടി വന്നില്ലെങ്കിൽ ആ സവാളയൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കും, ഒരു ഭംഗി ഉണ്ടാകത്തില്ല, ടേസ്റ്റും ഉണ്ടാകത്തില്ല. അപ്പോൾ സവാള നല്ലപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ചേർത്തത് ബിരിയാണി മസാലയാണ് കേട്ടോ. ബിരിയാണി മസാല ഇല്ലയെന്ന് പറഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല, ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 തക്കാളി ഇതുപോലെ ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിടുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിടാം, എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിട്ടാലും തക്കാളി നല്ലപോലെ വെന്ത് വരണം. ആ ഒരു വെന്ത് വരുന്ന സമയത്ത് വെന്ത് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പുളിയുള്ള തൈരാണ്, കുറച്ച് പുളിയുണ്ട്, എന്നാലും ഓവർ പുളിയൊന്നുമല്ല. ഒരുപാട് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുത്. ചെറിയൊരു പുളിയോടുകൂടി മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പം സ്മാഷ് ആയിട്ടില്ല എന്നേ ഉള്ളൂ, വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസായിട്ടാണ്, ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ പീസായിട്ടാണ് ഇഷ്ടം. ഇപ്പം സാധാരണ ബിരിയാണിക്ക് വലിയ പീസായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഞാനിവിടെ ചെറിയ പീസാണ്, നമ്മുടെ കറിക്കട്ടുണ്ടല്ലോ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 1 കിലോ എടുത്തിട്ടുണ്ട്. അതും കൂടി അതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇത് അതിനകത്ത് നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വലിഞ്ഞു വരും ചിക്കനിൽ നിന്നൊക്കെ. ആ ചിക്കൻ ഒന്ന് വേവണം. ആ വേവുന്നതിന് നമ്മൾ അടച്ച് വയ്ക്കുന്നതിന് തൊട്ട് മുന്നേ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഒരുപാട് മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നത് ഇവിടെ പിള്ളേർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരുപാട് ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ വീതമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചിക്കനിൽ വഴറ്റിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഇത് നല്ലതുപോലെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം. അതിന് നമുക്ക് അടച്ച് വെച്ച് ഒരു തീ സിമ്മിലിട്ട് വേണം വേവിക്കാൻ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോകും. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പക്ഷേ ചിക്കനിൽ തന്നെ നല്ലപോലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ചിക്കനൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വരണം. ഒരുപാട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മസാല തയ്യാറാക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ആവരുത്. ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്താണെങ്കിലും നമുക്കതിങ്ങനെ വെള്ളം പോലെ ഇരിക്കും ചോറൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വെള്ളത്തിലെടുക്കരുത്. അതിനുശേഷം ഇത് ദം ചെയ്യാൻ വേണ്ടി നമ്മുടെ മസാല അവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്.
അപ്പം നിങ്ങൾ ഉപ്പൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ ഉപ്പൊക്കെ നോക്കി സെറ്റാക്കി വേണം വെച്ചിട്ട് വേണം ദം ചെയ്യാൻ വേണ്ടി ഇടാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ഒരു നല്ല ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വാഴയില കഷ്ണിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയ 2 പീസായിട്ട്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നത് നമ്മൾ എത്ര ഇതായാലും ചിലപ്പോൾ ദം ചെയ്യുമ്പം അടി കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ അടിയിൽ ഇല ഇടുന്നത്. അത് ഒന്നാമത്തെ കാര്യം. അതുമാത്രമല്ല, കുറച്ച് ഫ്ലേവറും കിട്ടും നമുക്ക്. നമ്മുടെ വാഴയിലയുടെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയും കൂടിയാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ആദ്യമേ വാഴയില വെച്ചിട്ട് അതിനകത്തേക്ക് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചോറുണ്ടല്ലോ, ചോറും കൂടി ഇട്ട് കൊടുക്കുക. ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് നമ്മൾ സവാള വറുത്തെടുത്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ചിലർ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ പൈനാപ്പിളല്ല, ഞാൻ കുറച്ച് ക്യാരറ്റാണ്, ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞ ക്യാരറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അരിഞ്ഞതോ ഗ്രേറ്റ് ചെയ്തതോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി തൂവി കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ബിരിയാണിയുടെ എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ പൊക്കത്തേക്ക് ഒരു ഇല, നല്ലൊരു തൂശനില ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം ദം ചെയ്യാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ പാത്രം എടുത്ത് ആ പാനിൻ്റെ പൊക്കത്തോട്ട് വയ്ക്കുക. ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ടാവും. നല്ലതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം മാത്രം തുറക്കുക. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയും ചോറും ഒക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചോറൊക്കെ വെന്ത് നമ്മുടെ ചിക്കൻ്റെ ഇതൊക്കെ നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് എൻ്റെ സ്റ്റൈലിലുള്ള മലബാർ ദം ബിരിയാണിയാണ്. എല്ലാവർക്കും ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ. വളരെ എളുപ്പമല്ലേ, വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ മലബാർ സ്റ്റൈൽ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.